ഹായ് മക്കളെ, ബഹാദുൻ സാറാണ്. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സോ മക്കളെ, ഇന്നത്തെ സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ് ഓൺ ഡിസൊല്യൂഷൻ ആണ്. അതായത് മക്കളെ, ഒരു സ്ഥാപനം അടച്ചു പൂട്ടുമ്പോൾ ഡിസൊല്യൂഷൻ നടത്തുന്ന സമയത്ത് എങ്ങനെയാണ് സെറ്റിൽമെന്റ് നടത്തുക. വിച്ച് മീൻസ് ഒരു സ്ഥാപനം അടച്ചു പൂട്ടുമ്പോൾ എന്ത് ചെയ്യാനുണ്ടാവും? കുറെ ക്യാഷ് ഡീലിങ്സ് ഉണ്ടാവും. വിച്ച് മീൻസ് ഒരുപാട് ആളുകൾക്ക് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യാനുണ്ടാവും. പറഞ്ഞാലും ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ഡിസൊല്യൂഷൻ സമയത്ത് സെറ്റിൽമെന്റ് നടത്തുക എന്ന കാര്യം എന്ത് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എങ്കിൽ എന്നാ പിടിച്ചോ. ഒന്നാമത്തേത് പെഹലെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടാണെങ്കിൽ ലോസസ് ആർ പെയ്ഡ് ഫസ്റ്റ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്. അതായത് ഒരു കമ്പനിക്ക് നഷ്ടം വന്നാൽ, ലോസ് വന്നാൽ ആദ്യം നമ്മൾ എവിടുന്നാ കൊടുക്കേണ്ടത്? ഫസ്റ്റ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്. കമ്പനി ലാഭത്തിൽ നിന്ന് വേണം എന്ത് ചെയ്യാൻ ആ ഫേമിന്റെ ലോസിനെ മീറ്റ് ചെയ്യാൻ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ. അതായത് ഈ ലാഭത്തിൽ നിന്നും ലോസിനെ നികത്താൻ നോക്കി, പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്തിരിക്കണം? ക്യാപിറ്റൽ എന്ന് വേണം എന്ത് ചെയ്യാൻ ആ ലോസിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെ? പാർട്ട്നേഴ്സ് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ എത്രയാണോ ആ ക്യാപിറ്റൽ എടുത്തുകൊണ്ട് വേണം മക്കളെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലോസിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. സെറ്റ് അല്ലേ? ആൻഡ് ലാസ്റ്റ്ലി ബൈ പാർട്ട്നേഴ്സ് ഇൻഡിവിജ്വലി. ക്യാപിറ്റൽ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? ആ ലോസിനെ കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ലാസ്റ്റ്ലി ബൈ പാർട്ട്ണർ ഇൻഡിവിജ്വലി. പാർട്ട്നേഴ്സ് ഇൻഡിവിജ്വൽ ആയിട്ട്, ഐ റിപ്പീറ്റ്, പാർട്ട്നേഴ്സ് ഇൻഡിവിജ്വൽ ആയിട്ട് എന്ത് ചെയ്തിരിക്കണം മക്കളെ? ഈ ലോസിനെ കവർ ചെയ്തിരിക്കണം. വെയിറ്റ്. അപ്പൊ എന്താ പറഞ്ഞത്? ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന് നഷ്ടം സംഭവിച്ചാൽ ആ നഷ്ടത്തെ എങ്ങനെ നികത്തണം? ആദ്യം ഔട്ട് ഓഫ് പ്രോഫിറ്റ്, മുൻകാലങ്ങളിൽ ഫേമിന് കിട്ടിയുള്ള പ്രോഫിറ്റിൽ നിന്നും. നെക്സ്റ്റ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ, പിന്നെ പാർട്ട്നേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ എത്രയാണോ അതിൽ നിന്ന് മക്കളെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ലോസിനെ കവർ ചെയ്യണം. ലാസ്റ്റ്ലി ബൈ പാർട്ട്നേഴ്സ് ഇൻഡിവിജ്വലി. എന്നിട്ടും നഷ്ടം തികഞ്ഞില്ല, സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊണ്ടുവരാം, നഷ്ടം നികത്താം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇതാണ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടാണെങ്കിൽ, ശ്രദ്ധിച്ച് കേട്ടോ, ജിൽജിലാക്കി കേട്ടോ, എക്സാമിനേഷൻ ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ദ അസറ്റ്സ് ഓഫ് ദി ഫേം ഷാൽ ബി അപ്ലൈഡ് ഇൻ ദ ഫോളോവിംഗ് മാനർ. എന്ന് വെച്ചാൽ എന്താ അറിയാവോ? അതായത് അസറ്റ് ഓഫ് ദി ഫേം ഷാൽ ബി അപ്ലൈഡ് ഇൻ ദ ഫോളോവിംഗ് മാനർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചിട്ടാണെങ്കിൽ, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ അസറ്റ് വിറ്റ് കിട്ടിയ പണം നമ്മൾ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതാണ്. എങ്ങനെ? ഒരു ഡിസൊല്യൂഷൻ നടക്കുന്ന സമയത്ത്, ഒരു ബിസിനസ് സ്ഥാപനം അടച്ചു പൂട്ടുന്ന സമയത്ത് ആ ബിസിനസ്സിലെ എല്ലാ അസറ്റിനും വിൽക്കും. കറക്റ്റ് അല്ലേ? അസറ്റിനെ വിൽക്കും, ആണോടാ? അങ്ങനെ അസറ്റിനെ വിറ്റാൽ എന്ത് കിട്ടും? പൈസ കിട്ടും. ഈ പൈസയെ എങ്ങനെ ഉപയോഗിക്കും അതാണ് പറയാൻ പോകുന്നത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ the asset of the firm shall be applied in the following manner. താഴെ കൊടുത്തിരിക്കുന്ന രീതിയിലേക്ക് കൊടുക്കുക. അതെങ്ങനെയാ? ഫസ്റ്റ്, ഇൻ പേയിങ് ഡെപ്സ് ടു തേർഡ് പാർട്ടി. പേയിങ് ഡെപ്സ് ടു ദി തേർഡ് പാർട്ടി. അതായത് ബിസിനസിന് പുറമേയുള്ള തേർഡ് പാർട്ടികൾ ഉണ്ടാവുമല്ലോ. ഉദാഹരണത്തിന് ബാങ്ക് ലോൺ, ക്ലിയർ, ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഇതിനെ വിളിക്കുന്ന പേരാണത് മക്കളെ തേർഡ് പാർട്ടി. തേർഡ് പാർട്ടി മീൻസ് ബിസിനസിന്റെ പുറമേയുള്ള ആളുകളെ നമ്മൾ എന്ത് വിളിക്കുക? തേർഡ് പാർട്ടി എന്ന് അഭിസംബോധന ചെയ്യുക. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? രണ്ടാമതായിട്ട് എന്താ കൊടുക്കുക മക്കളെ? പേയിങ് ഓഫ് ഈച്ച് പാർട്ട്ണർ പ്രൊപ്പോർഷണലി വാട്ട് ഈസ് ഡ്യൂ ടു ഹിം ഫ്രം ദ ഫേം ഫോർ അഡ്വാൻസസ്. അതായത് പാർട്ട്നേഴ്സിന്റെ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണ് മക്കളെ. എന്താണ്? പാർട്ട്നേഴ്സിന്റെ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണ്. അതായത് ഏതെങ്കിലും പാർട്ട്നേഴ്സ് ചിലപ്പോൾ എന്ത് ചെയ്യണം മക്കളെ? നമ്മുടെ ബിസിനസ്സിലേക്ക് ലോൺ കൊണ്ടുവന്നിട്ടുണ്ടാകും. അങ്ങനെ പാർട്ട്നേഴ്സ് ആരെങ്കിലും ലോൺ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ പാർട്ട്നേഴ്സ് ലോണിലേക്ക് മക്കളെ നമ്മൾ എന്ത് ചെയ്യുക? രണ്ടാമതായിട്ട് നമ്മൾ കൊടുക്കുക. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അതായത് ആദ്യം നമ്മൾ കൊടുക്കുക തേർഡ് പാർട്ടി, അതായത് ബിസിനസിന് പുറമേയുള്ള ആളുകൾക്കുള്ള ഫണ്ടേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് നമ്മൾ സെറ്റിൽ ചെയ്യുക. രണ്ടാമതായിട്ട് നമ്മൾ എന്താ കൊടുക്കുക മക്കളെ? പേയിങ് ലോൺസ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. അതായത് പാർട്ട്നേഴ്സ് എന്തെങ്കിലും ലോൺസോ അഡ്വാൻസോ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനായിരിക്കും രണ്ടാമതായിട്ട് കൊടുക്കുക. മൂന്ന്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ആണ്. ഓക്കെ, തേർഡ് വൺ എന്താണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? മൂന്നാമതായിട്ട് നമ്മൾ കൊടുക്കുക. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? എങ്കിൽ നാലാമത് അവസാനമായിട്ട് എന്താ കൊടുക്കാന്ന് അറിയാവോ? ഇഫ് ബാലൻസ് ഇഫ് എനി ഡിവൈഡഡ് അമംഗ് ദ പാർട്ട്നേഴ്സ് ഇൻ ദർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതായത് ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മക്കളെ, എങ്ങനെ? ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യും? പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യും മക്കളെ? ഡിവൈഡ് ചെയ്യും. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? എങ്ങനെ? ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ബാലൻസ് എമൗണ്ടിനെ പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യും മക്കളെ? വീതിച്ചു കൊടുക്കും. ഇതാണ് സീറ്റ്. പറഞ്ഞാണെങ്കിൽ സോ ദ അസറ്റ് ഓഫ് ദ ഫേം ഷാൽ ബി അപ്ലൈഡ് ഇൻ ദ ഫോളോവിംഗ് മാനർ എന്ന് വെച്ചാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ അസറ്റ് വിറ്റ് കിട്ടിയാലുള്ള പണം എങ്ങനെ ഉപയോഗിക്കും? ഒന്ന്, തേർഡ് പാർട്ടി കൊടുക്കും. രണ്ട്, പാർട്ട്നേഴ്സ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കും. മൂന്ന്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ കൊടുക്കും. നാല്, ബാലൻസ് ഇഫ് എനി ഡിവൈഡ് അമംഗ് ദ പാർട്ട്നേഴ്സ്. പറഞ്ഞ കാര്യം ക്ലിയർ? ഇത് ഓക്കെ അല്ലേ? ഈ രണ്ട് ഭാഗം പഠിച്ചിരിക്കണം. ക്ലിയർ? 2024 മാർച്ച് 2024 മാർച്ചിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കേ. അതായത് ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് ദ ഹിന്റിനനുസരിച്ച് എന്ത് ചെയ്യാം? ഫിൽ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ട്രീറ്റ്മെന്റ് ഓഫ് ലോസസ് ഇൻ കേസ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം. ഡിസൊല്യൂഷൻ ഓഫ് എ ഫേമിന്റെ സമയത്ത് ലോസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യും? ഫസ്റ്റ് ഔട്ട് ഓഫ് ഡാഷ്
നെക്സ്റ്റ് ഔട്ട് ഓഫ് ഡാഷ് ആൻഡ് ലാസ്റ്റ്ലി ഇഫ് നെസസറി ബൈ പാർട്ട്നേഴ്സ് ഇൻഡിവിജ്വലി ഇൻ ദർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. മക്കളെ പറഞ്ഞോളി, ഫസ്റ്റ് ഔട്ട് ഓഫ് എന്താ? ഫസ്റ്റ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് അല്ലേ? ദെൻ നെക്സ്റ്റ് ഔട്ട് ഓഫ് എവിടെ നമ്മൾ വീടേണ്ടത്? നെക്സ്റ്റ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആണ്. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിന് നഷ്ടം വന്നാൽ ഫസ്റ്റ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്, ആദ്യം പ്രോഫിറ്റ് നിന്ന് നമ്മൾ നഷ്ടത്തേക്ക് എത്തണം. ദെൻ ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ആ ലോസിനെ നമ്മൾ ഓവർകം ചെയ്യണം. ലാസ്റ്റ്ലി ബൈ പാർട്ട്നേഴ്സ് ഇൻഡിവിജ്വലി. സെറ്റ് പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? സോ മക്കളെ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വളരെ, കാരണം ഇനി കുറച്ച് ദിവസം കൂടി നമ്മൾ മുമ്പിലേക്കുള്ളൂ. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.